നമസ്കാരം. CMRL എക്സാലോജിക് മാസപ്പടി കേസ് EDയുടെ അന്വേഷണ പരിധിയിലാണ്. കോടതികളുടെ അനുവാദം കിട്ടിയതിനെ തുടർന്ന് ശക്തമായ നടപടികളുമായി ED മുന്നോട്ട് പോവുകയാണ്. കൃത്യമായ ആസൂത്രണങ്ങളോടുകൂടി തന്നെയാണ് ചോദ്യം ചെയ്യലിന് പ്രതികളെ അല്ലെങ്കിൽ സംശയിക്കപ്പെടുന്നവരുടെ പട്ടികയിൽ ഉള്ള ആളുകളെ, വീണ വിജയൻ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യുവാൻ വിളിപ്പിക്കുന്നത്. അതിൻ്റെ ഒഴിവ് കഴിവുകളിൽ ഇതെല്ലാം ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഈ വിഷയത്തെ സംബന്ധിച്ച് ഓരോ പുതിയ വാർത്തകളും വരുമ്പോൾ ചൂടേറിയ ചർച്ചകൾ മുഖ്യധാരാ മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും നടക്കുന്നുണ്ട്. ഇതെല്ലാം പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. തത്വമൈ ന്യൂസ് തന്നെ പലപ്പോഴും ഈ വാർത്തകൾ പ്രേക്ഷകരുടെ മുൻപിൽ എത്തിച്ചിട്ടുമുള്ളതാണ്. ഒരു കാര്യം പ്രേക്ഷകരോട് ഒരു ചോദ്യമായി ചോദിക്കുകയാണ്. ഈ CMRL എക്സാലോജിക് ആണല്ലോ, അതിൽ എക്സാലോജിക് എന്ന കമ്പനിയുടെ ഉടമ എന്നുള്ള നിലയിലാണല്ലോ വീണ ഈ കേസിൽ ഉൾപ്പെടുന്നത്. ഈ CMRLന്റെ ഉടമസ്ഥനായ ശശിധര കർത്ത, കരിമണൽ കർത്ത എന്ന പേരിൽ കുപ്രസിദ്ധി ആർജിച്ച ശശിധര കർത്താവ്, അദ്ദേഹത്തെ സംബന്ധിച്ച് ഉള്ള വാർത്തകൾ വരാറുണ്ട്, വിമർശനങ്ങൾ ഉയരാറുണ്ട്. മുഖ്യധാരാ മാധ്യമങ്ങളിൽ ചിലപ്പോഴൊക്കെ ഈ കേസ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരൊന്ന് പരാമർശിച്ചു പോകാറുണ്ട്. ശശിധര കർത്തയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു, ഏതൊക്കെ തരത്തിലുള്ള അന്വേഷണങ്ങളാണ് ഈ CMRL കമ്പനിയെ പ്രതി ED നടത്തുന്നത്, ഇത് സംബന്ധിച്ച വിശദമായിട്ടുള്ള വിവരങ്ങളൊന്നും അധികം മാധ്യമങ്ങൾ അങ്ങനെ ചർച്ച ചെയ്ത് കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് മുഖ്യധാരാ മാധ്യമങ്ങളെ ഒരു നിമിഷം മാറ്റി നിർത്തിയാൽ സത്യസന്ധമായി മുഖ്യധാരാ മാധ്യമങ്ങൾ പറയാത്ത വാർത്തകൾ അല്ലെങ്കിൽ പറയുവാൻ മടിക്കുന്ന വാർത്തകൾ പലപ്പോഴും പല മാധ്യമങ്ങളും അവകാശപ്പെടുന്നത് കണ്ടിട്ടുണ്ടാവും. സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രമുഖർ അവകാശപ്പെടുന്നത് പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പരസ്യങ്ങൾ ലഭിക്കുന്നത് കുറയുമെന്ന പേടി കൊണ്ടാണ് പല കമ്പനികളെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ അവരുടെ മേൽ വരുന്ന കേസുകളെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ മേൽ വരുന്ന അവർക്ക് ദോഷകരമായി ബാധിക്കുന്ന, ആ കമ്പനികളെ ദോഷകരമായി ബാധിക്കുന്ന വാർത്തകളോ ഒക്കെ കൊടുക്കുവാൻ പല മുഖ്യധാരാ മാധ്യമങ്ങളും മടിക്കുന്നതെന്ന് സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രമുഖർ പറഞ്ഞ് ഞങ്ങൾ ആ വാർത്തകൾ കൊടുക്കാറുണ്ട് എന്ന അഭിമാനത്തോടു കൂടി പറയുന്നത് പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു കാര്യം പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ശശിധര കർത്ത എന്നുള്ള പേര് വളരെ ചുരുക്കത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും പരാമർശിച്ച് കാണപ്പെടാറുള്ളൂ. ഇടയ്ക്ക് ഏതെങ്കിലും ഒരു 2 ആഴ്ചയിലൊരിക്കൽ ശശിധര കർത്തായെ വിമർശിച്ചൊരു 5 മിനിറ്റ് സെഗ്മെന്റ് വന്നു കഴിഞ്ഞാൽ പോലും അതിൻ്റെ അവസാനം ഈ കേസിൻ്റെ ഗതി വീണ വിജയനിലേക്കാണ് പോകുന്നത്. അത് വീണ വിജയനെ വിമർശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഈ കേസ് മുഴുവൻ കെട്ടിച്ചമച്ചതാണെന്നുള്ള തരത്തിൽ അവരെ അനുകൂലിച്ചുകൊണ്ടോ ഉള്ളൊരു വാർത്തയായി ഇത് മാറും. ശശിധര കർത്ത അപ്പോഴും വിസ്മൃതിയിൽ പോകുന്നു. ഇതിൻ്റെ ഒരു പിന്നിലുള്ള മനഃശാസ്ത്രം എന്ന് പറയുന്നത് വീണ വിജയനും പിണറായി വിജയനും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് കുറച്ചുകൂടി താല്പര്യമുണർത്തുന്ന വാർത്താ ഘടകങ്ങളാണ്. ശശിധര കർത്താവ് അതല്ല. ശശിധര കർത്ത പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പ്രക്രിയയുടെ തുടക്കക്കാരൻ ശശിധര കർത്തയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. ഇത്തരത്തിലുള്ള ഒരു അഴിമതി, മാസപ്പടി കൊടുക്കൽ ഇവയെല്ലാം നടന്നിട്ടുണ്ടെങ്കിൽ ആ മാസപ്പടി കൊടുക്കുവാൻ തക്ക കാരണമുള്ള ഏതെങ്കിലും തരത്തിലുള്ള അനധികൃത പ്രവർത്തനങ്ങൾ ശശിധര കർത്ത നടത്തിയിട്ടുണ്ടാകും എന്നുള്ളൊരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വീണ വിജയന്റെ മേലൊരു കേസ് എടുക്കുന്ന വഴിയെ പോകുന്ന ശശിധര കർത്താവും കൂടി ഇരിക്കട്ടെ പ്രതിപട്ടികയിൽ അല്ലെങ്കിൽ സംശയിക്കപ്പെടുന്നവരുടെ പട്ടികയിൽ എന്ന് കരുതി ചേർക്കപ്പെട്ടതല്ലല്ലോ അദ്ദേഹത്തിൻ്റെ പേര് അധികം ഉയർന്നു കേൾക്കാത്തതിൻ്റെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ പോലും വളരെ ചുരുക്കം ചിത്രങ്ങളെ സാമൂഹ്യ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങളിൽ പോലും ഏറ്റവും പ്രസിദ്ധമായ ചിത്രം അദ്ദേഹം ഒരു വശം തിരിഞ്ഞിരിക്കുന്ന ചന്ദനക്കുറിയൊക്കെ തൊട്ട കൊമ്പൻ മീശയൊക്കെ വെച്ചൊരു ചിത്രമാണ്. അത് ഒരേ ഒരു ചിത്രമാണ് പലതായി പ്രചരിപ്പിക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം കിട്ടുവാൻ ഇത്രയും ബുദ്ധിമുട്ടാണോ നമ്മുടെ മാധ്യമങ്ങൾക്ക്? അതായത് അടിസ്ഥാനപരമായിട്ട് ദിലീപിൻ്റെ കേസ് തന്നെ ഉദാഹരണമായി എടുക്കുക. ദിലീപ് വിധി പറയുന്ന ആ കേസിൻ്റെ വിധി പറയുന്ന ദിവസം, നടി ആക്രമിക്കപ്പെട്ട കേസിൻ്റെ വിധി പറയുന്ന ദിവസം ദിലീപ് ആലുവയിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ കോടതി വരെ ഡ്രോണുകൾ ഉപയോഗിച്ച് അദ്ദേഹത്തെ പിന്തുടർന്ന മാധ്യമങ്ങൾക്ക് ശശിധര കർത്താവിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള 1-2 ചിത്രങ്ങൾ കൂടി ലഭിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് പ്രേക്ഷകർ കരുതുന്നുണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിൽ ഒരു കാരണമേ ഉള്ളൂ. അടിസ്ഥാനപരമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങൾ മുതൽ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വരെ ശശിധര കർത്താവിൻ്റെ സമ്പത്തിൻ്റെ സ്വാധീനം വളരെ ശക്തമാണ്. അതും മുഖ്യധാരാ മാധ്യമങ്ങളെക്കാൾ കൂടുതൽ സാമൂഹ്യ മാധ്യമങ്ങളിലാണ് എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. സാമൂഹ്യ മാധ്യമങ്ങളിലെ പല പ്രമുഖരും അദ്ദേഹത്തിൻ്റെ ഓശാരം
കൈപ്പറ്റിയവർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദീനദയാലുത്വം അനുഭവിച്ച ആളുകളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് പറയുകയാണെങ്കിൽ തന്നെ ആ പേര് പറഞ്ഞാൽ ഉടൻ തന്നെ ശ്രദ്ധ വീണാ വിജയനിലേക്ക് തിരിക്കുന്ന രീതിയിൽ അത് വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു വാർത്തയുടെ മാനിപ്പുലേഷനാണ്. ഒരു ക്രമീകരണമാണത്. വാർത്ത അവതരിപ്പിക്കുന്ന രീതിയിൽ ഇതിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ശശിധര കർത്ത എന്നുള്ള പേര് ആദ്യം പറയുന്നു. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ടും അതിനെ അവഗണിക്കുവാൻ സാധിക്കില്ല. അവഗണിക്കുന്നവരുമുണ്ട് കേട്ടോ. കാരണം ഒരുപാട് പേർ അദ്ദേഹത്തെ ദൈവമായി കാണുന്നവരുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രമുഖരായ പല മാധ്യമ പ്രവർത്തകരും, ഇപ്പോൾ വളരെയധികം പ്രാമുഖ്യമുള്ള പല മാധ്യമ പ്രവർത്തകരും കരിമണൽ കർത്തയെ ദൈവമായി കാണുന്നവരുണ്ട്. അവർ അദ്ദേഹത്തിൻ്റെ പേര് പറയുവാൻ പോലും മടിക്കും. അത്തരത്തിലുള്ളൊരു സാഹചര്യം കരിമണൽ കർത്ത ഒരുക്കിയെടുത്തിരിക്കുന്നത് എന്തിനാണ്? വളരെ ലളിതമാണ് അതിൻ്റെ ഉത്തരം. പലപ്പോഴും നാം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള മാധ്യമങ്ങളിലുള്ള സ്വാധീനം അവർ ഉറപ്പിക്കുന്നത് അവർക്ക് അനുകൂലമായ വാർത്തകൾ നൽകി ഏതെങ്കിലും ഒരു കേസിൻ്റെ ഒരു വിധിയെയൊക്കെ നീതിപീഠങ്ങളെ സ്വാധീനിക്കുവാനുള്ള ഒരു സജ്ജീകരണമായിട്ടാണ് എന്നതാണ് നാം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യം. അങ്ങനെയല്ല. അതുകൊണ്ട് കാരണം നീതിപീഠങ്ങളെ ഒരു തരത്തിൽ ഈ പ്രാദേശിക തലത്തിലുള്ള നീതിപീഠങ്ങളെയൊക്കെ ചിലപ്പോൾ ഈ വാർത്തകളുടെ ഒരു കുത്തൊഴുക്ക് കാരണം അല്പസ്വല്പമൊക്കെ സ്വാധീനിക്കുവാൻ സാധിക്കും. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ, പ്രാദേശിക തലങ്ങളിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ, കേന്ദ്ര ഏജൻസികളിൽ അത്രയും വലിയൊരു സ്വാധീനം കർത്തയ്ക്ക് ചെലുത്തുവാൻ സാധിക്കില്ല. അതിനും പക്ഷെ പ്രാദേശിക നേതാക്കളെ ഉപയോഗിച്ചുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് നമുക്കറിയുവാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള സ്വാധീനം ചെലുത്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ നശിപ്പിച്ചോ സാക്ഷികളെ കൂറുമാറ്റിയോ അനുകൂലമായൊരു വിധി നേടിയെടുത്താൽ അതിനെതിരെ ഒരു ജനരോഷം ഉണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ ജനാഭിപ്രായം ഉണ്ടാകാതിരിക്കുവാൻ ഈ മാധ്യമങ്ങളെ ഉപയോഗിക്കുവാൻ സാധിക്കും. അത്തരത്തിലുള്ള വിവിധ പ്രയോജനങ്ങൾ ഈ മാധ്യമങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നതിലൂടെ ഈ കർത്തയെ പോലുള്ളവർ നേടിയെടുത്തു വെച്ചിട്ടുണ്ട്. ഈ കർത്തയുടെ സമാനമായ ഒരു ഉദാഹരണം പ്രേക്ഷകരോട് പങ്കുവയ്ക്കുവാനാണെങ്കിൽ തമിഴ്നാട്ടിലെ സാന്റിയാഗോ മാർട്ടിനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന രീതി ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. കഴിഞ്ഞ പല ദിവസങ്ങളിലായി ഈ തമിഴ്നാട് രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ സാന്റിയാഗോ മാർട്ടിൻ തത്വമയി ന്യൂസിലെ വിഷയങ്ങളിൽ കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന രീതി വളരെ രസകരമാണ്, കൗതുകകരമാണ്. അദ്ദേഹത്തിൻ്റെ പത്നിയായ ലീമ റോസ് AIADMKയിലാണ്. അദ്ദേഹത്തിൻ്റെ മരുമകനായ ആദവർജുന തമിഴക വെട്രിക്കഴകത്തിൽ, അദ്ദേഹത്തിൻ്റെ അളിയനായിട്ടുള്ള ജോൺ ബ്രിട്ടോ എല്ലാ പാർട്ടിക്കാരുടെയും സ്വീകാര്യനായൊരു വ്യക്തിയാണ്. സാന്റിയാഗോ മാർട്ടിനും അതുപോലെ തന്നെ എല്ലാ പാർട്ടിക്കാർക്കും സ്വീകാര്യനായൊരു വ്യക്തിയാണ്. ഇത്തരത്തിൽ ഹെഡ്ജിങ് യുവർ ബെറ്റ് എന്ന് പറയും. ഹെഡ്ജിങ് യുവർ ബെറ്റ്സ് എന്ന് പറയുന്നത് പല തലത്തിൽ എല്ലാവരും നമുക്ക് വേണം എന്നുള്ള തരത്തിൽ ഒരു രാഷ്ട്രീയ സ്വാധീനം ചെലുത്തി വയ്ക്കുക. മാധ്യമങ്ങളുടെ കാര്യങ്ങളിലും അങ്ങനെ തന്നെ ഏതാണ്ട് അതേ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് കരിമണൽ കർത്തയും കാണിക്കുന്നത്. അതിലൊരു വ്യത്യാസം, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും എല്ലാ രാഷ്ട്രീയ കക്ഷികളിലുമായി പരന്നു കിടപ്പുണ്ടോ എന്നുള്ളത് ഇനി അന്വേഷിച്ചറിയേണ്ട കാര്യമാണ്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒരു രാഷ്ട്രീയ കക്ഷിയും ഭേദമില്ലാതെ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളിൽ പലരെയും, ഇപ്പോൾ BJP പോലുള്ള രാഷ്ട്രീയ കക്ഷികൾ പോലും ഉന്നത തലങ്ങളിൽ സ്വാധീനം ചെലുത്തുവാൻ സാധിച്ചില്ലെങ്കിലും താഴേക്കിടയിൽ പ്രാദേശികരായ ചില നേതാക്കളെങ്കിലും അദ്ദേഹത്തിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് തെളിയിക്കുവാൻ സാധിക്കുന്ന തരത്തിൽ പാർട്ടി ഫണ്ടുകൾ അദ്ദേഹം വിതരണം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. അത് തിരിച്ചറിഞ്ഞപ്പോൾ BJP ഉൾപ്പെടെയുള്ളവർ അദ്ദേഹവുമായി അകലം പാലിച്ചു എന്നുള്ളത് സത്യമാണ്. അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളല്ല. അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരെ പുറത്താക്കുക തുടങ്ങിയ നടപടികൾ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന പാർട്ടികൾ എടുത്തിട്ടുണ്ട്. മറ്റു പാർട്ടികൾ ന്യായം പറഞ്ഞിപ്പോഴും നിലകൊള്ളുന്നു. ചില പാർട്ടികൾ കോടതി കയറിയിറങ്ങും. ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു പരിധിക്കപ്പുറത്തേക്കുള്ള സ്വാധീനം ചെലുത്തുന്നു എന്ന് തിരിച്ചറിയുന്നത് വലിയ അപകടകരമായൊരു സാഹചര്യമാണ് നമ്മുടെ മുൻപിൽ തുറന്നു വയ്ക്കുന്നത്. കാരണം സാമൂഹ്യ മാധ്യമങ്ങളെന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ജനങ്ങൾ ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത് സത്യസന്ധമായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനത്തിനുള്ള ഒരു ഉപാധിയാണ്, ഒരു മീഡിയമാണ്. കാരണം മുഖ്യധാരാ മാധ്യമങ്ങളുടെ മേൽ പല കെട്ടുപാടുകളുമുണ്ട്. പരസ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ട് പല കെട്ടുപാടുകളും ഉണ്ടാക്കുവാൻ പലർക്കും സാധിക്കും. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാര്യത്തിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഉൾപ്പെടെയുള്ള പല രീതികളോ ഒരു തടസ്സപ്പെടുത്തൽ രീതികളെല്ലാം നിലനിൽക്കെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുവാനും അവരുടെ മുൻപിലേക്ക് ഒരു മാധ്യമമെന്നുള്ള നവമാധ്യമങ്ങൾ എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്ന മാധ്യമങ്ങൾക്ക്, തത്വമയി ന്യൂസും ആ ശ്രേണിയിൽ തന്നെ പെടുന്നതാണ്, മാധ്യമങ്ങൾക്ക് സത്യസന്ധമായിട്ടുള്ള വാർത്തകളും വിശകലനങ്ങളും എത്തിക്കുവാനുള്ള തടസ്സങ്ങളൊന്നുമില്ലാതെ
മിഡിൽ മെൻ ഒന്നുമില്ലാതെ മധ്യസ്ഥരില്ലാത്ത ഒരു ഉപാധി എന്നുള്ള രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടാണ് സാമൂഹ്യ മാധ്യമങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴും ഭൂരിപക്ഷം ആളുകളുടെ ഇടയിലുമുള്ളത്. അത്തരത്തിലുള്ള ഒരു സത്യസന്ധമായിട്ടുള്ള കാഴ്ചപ്പാടിനെ അപ്പാടെ അട്ടിമറിക്കുന്ന തരത്തിൽ, കീഴ്മേൽ മറിക്കുന്ന തരത്തിലുള്ള സ്വാധീനമാണ് ഈ കരിമണൽ കർത്തയെ പോലുള്ളവർ സാമൂഹ്യ മാധ്യമങ്ങളുടെ മേൽ ഇപ്പോൾ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അപകടകരമായ ഒരു സാഹചര്യമാണ്. തത്വമയി ന്യൂസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു കെട്ടുപാടുകൾക്കും വഴങ്ങാതെ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമമാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയുവാൻ സാധിക്കും. ഒരു ദേശീയത എന്നുള്ളൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരക്കാർ അസ്വീകാര്യരാകുന്നു എന്നുള്ളത് തന്നെയാണ് തത്വമയി ന്യൂസിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി ഇന്നത്തെ കാലത്ത്. തത്വമയി ന്യൂസിൻ്റെ ഒരു മഹത്വം പറയാനല്ല ഇപ്പോൾ ഉദ്ദേശിച്ചത്. പക്ഷേ തത്വമയി ന്യൂസിൻ്റെ ഒരു വ്യത്യസ്തത പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കാതെ ഈ സാഹചര്യത്തിൻ്റെ ഒരു ഗുരുതരാവസ്ഥ പ്രേക്ഷകരോട് സംവദിക്കുവാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഇനി സാമൂഹ്യ മാധ്യമങ്ങളിൽ വാർത്തകൾ കാണുമ്പോൾ, പ്രത്യേകിച്ച് ഈ CMRL എക്സാലോജിക് വിവാദത്തെ സംബന്ധിച്ച്, മാസപ്പടി കേസിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ ഒരു കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. എത്ര തവണ കരിമണൽ കർത്തയുടെ, ശശിധര കർത്താവിൻ്റെ പേര് ആ സാമൂഹ്യ മാധ്യമം പരാമർശിക്കുന്നുണ്ട്. കാരണം ഇതിൽ വീണ വിജയൻ മാസപ്പടി വാങ്ങിയെങ്കിൽ, കോടതി പറയേണ്ട കാര്യമാണ് വാങ്ങിയോ ഇല്ലയോ എന്നുള്ളത്. വാങ്ങിയെങ്കിൽ കൊടുത്തത് കർത്തയാണ്. എന്തിനു കൊടുത്തു, ഏതിന് കൊടുത്തു എന്നുള്ള ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളിലേക്കുള്ള അന്വേഷണം കർത്തയെ പ്രതിയും നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വീണ വിജയൻ്റെ ഒപ്പമോ വീണ വിജയൻ ഒരു പടി മേലോ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുമ്പോൾ പറയപ്പെടേണ്ട ഒരു പേരാണ് ശശിധര കർത്തായുടേത്. അങ്ങനെ പറയാത്ത മാധ്യമങ്ങൾ തീർച്ചയായും കർത്തയുടെ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനത്തിന് വഴിപ്പെട്ടവരാണ് എന്ന് തന്നെ ഉറപ്പിച്ചുകൊള്ളുക. എന്തായാലും ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾ മുൻപ് കേട്ടിട്ടുള്ള വാർത്തകളെ ഒന്ന് ഓർത്തെടുത്തിട്ട് ഈ പറഞ്ഞ വിഷയത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ശരിയോ തെറ്റോ, യോജിക്കുന്നോ വിയോജിക്കുന്നോ എന്നുള്ളതെല്ലാം കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. കാരണം ഇത്തരം വിഷയങ്ങളിൽ സംവാദങ്ങൾ തീർച്ചയായും തുടരുക തന്നെ വേണം. അതുകൊണ്ട് തന്നെ സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.